ഒരു സന്ധ്യാസമയം പകൽ സമയത്തെ തന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വിശ്രമിക്കാനിരിക്കുകയായിരുന്നു കാക്കച്ചി. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. ഹലോ, സുഖമാണോ? കാക്ക തല ഉയർത്തി നോക്കി. അതൊരു വവ്വാലായിരുന്നു. വവ്വാൽ തന്റെ ഡ്യൂട്ടി തുടങ്ങാൻ പോകുന്ന സമയമായിരുന്നു. സുഖമാണ് വവ്വാൽ ആശാനെ, കാക്ക പറഞ്ഞു. അപ്പോൾ വവ്വാൽ അല്പം വിഷമത്തോടെ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊക്കെ നല്ല അസൂയയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പകൽ സമയങ്ങളിൽ എല്ലാ കൂട്ടുകാരോടൊപ്പവും കറങ്ങി നടക്കാമല്ലോ. അതെന്താ, നിനക്ക് കൂട്ടുകാരനുമില്ലേ? കാക്ക ചോദിച്ചു. ഏയ്, എനിക്കങ്ങനെ കൂട്ടുകാരനുമില്ലല്ലോ കാക്കച്ചി. രാത്രി എല്ലാവരും ഉറക്കമാകില്ലേ? പകലാണെങ്കിൽ ഞാനും ഉറക്കമാകും. കാക്കച്ചിക്കും അത് കേട്ടപ്പോൾ സങ്കടമായി. എങ്കിൽ നാളെ നീയും എന്നോടൊപ്പം പകൽ കറങ്ങാൻ വന്നോളൂ, ഞാൻ നിന്നെ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാം. കാക്കച്ചി പറഞ്ഞത് കേട്ടപ്പോൾ വവ്വാലിന് സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വവ്വാലും കാക്കച്ചിയും കൂടി സ്ഥലങ്ങൾ കാണാനായി പറന്നു. പക്ഷേ കുറച്ചു ദൂരം പറന്നപ്പോഴേക്കും വവ്വാലിന് ക്ഷീണം അനുഭവപ്പെട്ടു. കാക്കച്ചി, എനിക്കിനി മുന്നോട്ട് പറക്കാൻ കഴിയില്ല. മാത്രവുമല്ല, എനിക്ക് രാത്രി കാണാൻ കഴിയുന്നതുപോലെ പകൽ നേരെ കാണാനും കഴിയുന്നില്ല. അങ്ങനെ അവർ യാത്ര മതിയാക്കി തിരിച്ചുപോയി. അന്ന് രാത്രി കാക്കച്ചിയും വവ്വാലും കൂടി രാത്രിയിലെ കാഴ്ച കാണുവാൻ തയ്യാറായി. എന്നാൽ രാത്രി ഒന്നും കാണുവാൻ കഴിയാതെ കാക്കച്ചിയും കുഴങ്ങി. എനിക്ക് രാത്രി കാഴ്ച സാധിക്കില്ല വവ്വാലാശാനെ, ഞാൻ ഉറങ്ങുവാൻ പോകുന്നു, കാക്കച്ചി വിഷമത്തോടെ പറഞ്ഞു. ശരിയാണ് കാക്കച്ചി, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് ഡ്യൂട്ടി ചെയ്ത് മുന്നോട്ടു പോകുന്നതാണ് നല്ലത്, വവ്വാൽ പറഞ്ഞു. അതെ, അതാണ് ശരി. നമുക്ക് ഇനി മുതൽ സന്ധ്യാസമയത്ത് കണ്ടുമുട്ടാം. അങ്ങനെ അവർ അവരവരുടെ ഡ്യൂട്ടി അതാത് സമയങ്ങളിൽ ചെയ്യാൻ തീരുമാനിച്ചു.